ഖത്തറിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പുറത്താക്കാനായില്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഖത്തറിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ അക്കാര്യം ഏറ്റെടുക്കുമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം തന്നെ യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയും ഇന്നലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്നു. ആദ്യം നെതന്യാഹുവിന്റെ പ്രതികരണം. When it went after the Al-Qaeda terrorists in Afghanistan, and after they went and killed Osama bin Laden in Pakistan. Now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No, they applauded. They should applaud Israel for standing and up to these same principles and carrying them out. And I say to Qatar and all nations who harbor terrorists, you either expel them or you bring them to justice. Because if you don't... ഐസൻ ജോസഫ് തുടരുന്നുണ്ട്. ഐസൻ, ഹമാസ് ഭീകരരെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക, ആ ഒരു ലക്ഷ്യവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ആ ആക്രമണം തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിശദാംശം? ഇന്നലെ ഹൂതി വിമതർക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലാണ് അതിശക്തമായ ആക്രമണം നടന്നത്. ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഒരു നിലപാടുമായി, അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2001 സെപ്റ്റംബർ 11 ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും അത്തരം ആക്രമണങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒസാമ ബിൻ ലാദൻ ഉൾപ്പെടെ പിടികൂടി മറ്റൊരു സംഭവത്തിന്റെ ഭാഗമായി ഒസാമ ബിൻ ലാദനെ ഉൾപ്പെടെ പിടികൂടിയ ചരിത്രവുമെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഖത്തറിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് ഹമാസ് ഭീകരർ ഖത്തറിൽ കഴിയുന്നുണ്ട്, നിരവധി പേർ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നവരെ അടിയന്തരമായി പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്തില്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള തീരുമാനം സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന നിലപാടുമാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒസാമ ബിൻ ലാദനെ പിടികൂടിയത്, അതായത് പാകിസ്ഥാനിൽ നിന്നും ഒസാമ ബിൻ ലാദനെ പിടികൂടി കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് സമാനമായ നീക്കങ്ങളാണ് തങ്ങളും നടത്തുന്നത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കരുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ ഇസ്രായേലിനെ അപലപിക്കുന്നതിന് പകരം ഇസ്രായേലിനെ ഭീകരവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ അഭിനന്ദനം അർഹിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഖത്തറിന് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്നത് ഗൗരവതരമായി തന്നെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഖത്തറിന് മുന്നറിയിപ്പ് നൽകുന്നത് ഭീകരർ ഖത്തറിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പ്രത്യേകിച്ചും ഹമാസ് ഭീകരർ ഖത്തറിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ഉടൻ തന്നെ പുറത്താക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അല്ലെങ്കിൽ അടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു എന്നത് സ്വാഭാവികമായും ഇനിയും ഒരു പക്ഷേ സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന സൂചന തന്നെയാണ്. ശരി ഐസൻ, ഖത്തറിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ പുറത്താക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം എടുക്കുന്ന നിലപാട് ഇവരെ പുറത്താക്കാനായില്ല എങ്കിൽ ആ കാര്യം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു എന്നുള്ളതാണ്. യമനിൽ ഹൂതി വിമതർക്ക് നേരെ ആക്രമണവും തുടരുകയാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.